അപ്പോ ക്യാമറ കുടുങ്ങിയത് ക്യാമറയിൽ കുടുങ്ങിയത് 80 ലക്ഷം പേരാണ്. നോക്കാം. സർക്കാരിന്റെ ക്യാമറയിൽ സംസ്ഥാനത്ത് ഇതുവരെ കുടുങ്ങിയത് 80 ലക്ഷം പേർ. ഇവരിൽ നിന്നും 500 കോടി രൂപയാണ് സർക്കാരിന് ലഭിക്കുക. റോഡ് ക്യാമറകൾ പ്രവർത്തിച്ചു തുടങ്ങിയ 2023 ജൂലൈ മുതൽ കഴിഞ്ഞ മാസം വരെയാണ് നിയമ ലംഘനത്തിന് 80 ലക്ഷം പേർക്ക് ചെല്ലാൻ അയച്ചത്. ക്യാമറയുടെ മുമ്പിലൂടെ വാഹനങ്ങൾ ഓരോ തവണ കടന്നു പോകുമ്പോഴും പുക പരിശോധന സർട്ടിഫിക്കറ്റും ഇൻഷുറൻസും ഇല്ലാത്തതിനും സീറ്റ് ബെൽറ്റ് ഇടാത്തതിനും ഫോണിൽ സംസാരിക്കുന്നതിനും പിഴ കൂട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ക്യാമറ വന്നതിന് ശേഷം ആൾക്കാർക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു അല്ലേ? നേരത്തെ പോലീസ് ഇന്ന സ്ഥലത്തുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞ് നമ്മള് തിരിച്ചെടുത്തോണ്ട് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു വണ്ടിയൊക്കെ ആണെങ്കിലും. അതെ, പോലീസിനെ കാണുമ്പോൾ ഹെൽമെറ്റ് ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തിരിച്ചു പോകും. പക്ഷെ ഇനിയിപ്പോ അത് പറ്റത്തില്ല. അത് തന്നെയല്ലേ, ഇപ്പൊ എവിടെയാണ് ക്യാമറ ഉള്ളതെന്ന് അറിയത്തില്ല. അപ്പൊ എത്രയാ 80 ലക്ഷം പേരാണ് കുടുക്കിലായത്. അപ്പൊ 500 കോടി രൂപയാണ് അവരിൽ നിന്ന് കിട്ടാനുള്ളത്, സർക്കാരിലേക്ക് ലഭിക്കുക. 500 കോടി രൂപ. അപ്പൊ അത്രയും പേര് നിയമം തെറ്റിക്കുന്നുണ്ടെന്ന് അർത്ഥം. അതെ, പക്ഷെ ക്യാമറ എല്ലായിടത്തും പ്രവർത്തിക്കുന്നൊന്നുമില്ല. അത് പലയിടത്തും പ്രവർത്തിക്കുന്നില്ല. ഇപ്പൊ ആൾക്കാർക്കൊക്കെ അറിയാം ഏതൊക്കെ ഊടുവഴി കൂടെ പോകണം. അതെ, അത് ശരി. ക്യാമറ ഇല്ലാത്ത വഴി നോക്കി ആൾക്കാര് പോകുന്നത്.